ഒന്ന് കളഞ്ഞിട്ട് വാടേ. അളിയ കാശ് കൊടുത്തത് നീയായിരിക്കും. ഞാൻ എൻ്റെ മാന്യത കളയില്ല മോനെ. പത വരെ ഞാൻ ഊറ്റും. കഷ്ടം തന്നടേ. വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. എന്ത് പാട്ടടേ. നീയാളൊരു സോമനായിരുന്നല്ലേ? ആ ബിയറിന്റെ കാശിങ് എടുത്തേ. അളിയ, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അടിച്ചത്. എനിക്ക് വേണ്ടിട്ടോ? ആ അതെ, ഞാനതടിച്ചില്ലായിരുന്നെങ്കിൽ നീ അത് മൊത്തം എടുത്തടിക്കും. എന്നിട്ട് നിന്റെ കരളിഞ്ഞുവല്ലോ സംഭവിച്ച കൂട്ടുകാരനാണെന്നും പറഞ്ഞ് എന്തിനാണോ ഞാൻ പിന്നെ നടക്കണേ? അയ്യടാ. മൊബൈല് ആരാടാ വിളിച്ചേ? അപ്പനാ. കുറെ നേരമായി അവാർഡ് പടം പോലെ. നീ അതും ആലോചിച്ചോണ്ടിരിക്കാതെ വീട്ടിൽ പോയി 2 അടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കും. പിന്നെ എന്നെ എൻ്റെ വീട്ടിലോട്ട് നിറക്കിയത്. ഇതെന്താ ഇവിടെ ആരും ഉറങ്ങിയില്ലേ? അയ്യോ, ഇതെന്താ? തെറി കേൾക്കാൻ ഞാനില്ല, നീ ഒറ്റക്കങ്ങ് കേട്ടാ മതി. എന്നാ ശരിയല്ലേ? ചെല്ലേ. ഓക്കെടാ. എന്താ അപ്പ, എന്തു പറ്റി? നിന്റെ ചേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. അവനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഇത് പറയാനാ നിന്നെ ഞാൻ വിളിച്ചത്. അപ്പൊ നീ അവൻ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയതായിരിക്കും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ദേ ചേട്ടൻ വിളിക്കണം. ഹലോ, ചേട്ടൻ ഇത് എവിടാ? ഹലോ. ഹലോ, ആരാ? ഹലോ, ഞാൻ സൗത്ത് സ്റ്റേഷനിലെ SI ആണ് സംസാരിക്കുന്നത്. എന്താ സാറേ, ഇതെൻ്റെ ചേട്ടൻ്റെ ഫോണാണല്ലോ. ഇതെങ്ങനെ? നിങ്ങളൊന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് വരണം. ആശുപത്രിയിലോ? എന്തിനാ സാറേ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് സമാധാനമായി കേൾക്കണം. പൂത്തോട്ട പാലത്തിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. കുറേ സമയത്തിന് ശേഷം അതിലെ പട്രോളിങ്ങിന് പോയ പോലീസാണ് കണ്ടത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ആള്... ഹലോ, എവിടെ വെച്ചാ സാറേ? പൂത്തോട്ട പാലം. എന്താടാ, എന്ത് പറ്റി? ഒരാള്
വേഗം വണ്ടി എടുത്തേ. ഡാ നമുക്ക് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏതോ ഒരു വണ്ടി ഇടിച്ചിട്ട് പോയതാ. നമ്മളെങ്ങാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആളെങ്ങനെ തട്ടിപ്പോയാ അവസാനം അത് നമ്മുടെ തലേ വരും. ഡാ എന്നാലും വേറെ ആരെങ്കിലും കൊണ്ടുപോയിക്കോളൂ. നീ വണ്ടി എടുക്ക്.